ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അതായത് ഒരു ഗെയിമിന് വന്നവരാണോ ഇവരെ? ഇവിടെ എവിടെ ഗെയിം സ്പിരിറ്റ് ഉള്ളത്? അല്ലേ? ഗെയിമിന് വരികയാണോ, അതോ അവിടെ സഹതാപം പറയാൻ വരുവാണോ, അതോ അവിടെ വീട്ടുകാര്യങ്ങൾ പറയാൻ വരുവാണോ, അതോ അവിടെ കരയാൻ വേണ്ടി വരുന്നവരാണോ? മൊത്തത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അല്ലേ? ഇവർക്കൊക്കെ വെറുതെ ഇങ്ങനെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു റൂമിനകത്ത് കുറേ പേരെ ഇട്ടിട്ട് അവരവരുടെ സഹതാപ കാര്യങ്ങളും അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുറത്ത് നടന്നിട്ടുണ്ടോ അതെല്ലാം അവിടെ ചർച്ച ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത്? അതായത് രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ ഈ പേര് വിളിച്ചെന്നും പറഞ്ഞ് കരയുകയും പറയുകയും മെഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു ഗെയിമാണോ? സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ആ പേര് രേണുസുതിയുടെ പേരാണോ? രേണു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? എൻ്റെ രേണു അതൊരു ഗെയിമാണ്. അത് അവൻ്റെയൊക്കെ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിക്കകത്ത് രേണു വീഴാതെ അതിനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. രേണു തീരുമാനിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ പേര് സെപ്റ്റി ടാങ്ക്, എനിക്കൊരു പേരിട്ടു, അത് ഞാൻ എന്നും പറഞ്ഞ സെപ്റ്റി ടാങ്കായി മാറുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ പേര് സെപ്റ്റി ടാങ്ക് അല്ല എന്ന് രേണു മനസ്സിലാക്കുക. ഞാൻ സെപ്റ്റി ടാങ്ക് ആണെന്ന് അവൻ പറഞ്ഞാൽ ഞാനാകുമോ? ഒരിക്കലും ആകത്തില്ല, അല്ലേ? ഈ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ സംഭവം ഈ അക്ബർ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ രേണു അതിനെ നല്ലവണ്ണം ചിരിച്ച് കളിച്ച് അതിനെ അതിജീവിച്ചിരുന്നുവെങ്കിൽ രേണു ഒരു മിടുക്കിയായ ഗെയിമറാന്ന് ഞാൻ പറഞ്ഞേനെ. സന്തോഷത്തോടെ അത് അട്ടഹസിക്കണമായിരുന്നു. മനസ്സിലായി? അല്ലാതെ അതിനകത്ത് കരയാൻ പോയത് എൻ്റെ രേണു എന്തിന് കരയണം? നമുക്ക് ഈ ലോകത്തെ കുറേ വാക്കുകൾ കൂടി ഒരു പേരിടുന്നു, അല്ലേ? അതിന് അങ്ങനെ കരുതിയാൽ പോരെ? ഈ സെപ്റ്റി ടാങ്ക് എന്ന പേര് ഇനിയും വിളിച്ചു, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല അതിനകത്ത് ഇങ്ങനെ കയറി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അത് മനുഷ്യരെ ബോറടിപ്പിക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ രേണുവിൻ്റെതായ പേഴ്സണൽ കാര്യങ്ങളും രേണുവും സുധിയും സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടതല്ല. എന്താ ബിഗ് ബോസ് നിങ്ങൾ കാണിക്കുന്നത്? ഇതൊരു ഗെയിമാണോ? ഇതൊരു മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലല്ലോ. ഇത് മഹാബോർ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിപ്പം ശരിക്കും ഈ ഒരു വലിയ ഷോ ആണെന്നും പറഞ്ഞൊക്കെ പറയും. പക്ഷെ ഇത് മൊത്തം തരം താഴ്ന്ന് മൊത്തം പോവും. അതിൻ്റെ റേറ്റിംഗ് തന്നെ ഇപ്പോൾ താഴോട്ട് പോയേക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? ഒരു മാറ്റവും ഇല്ല. കളിയൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ടാസ്ക് കൊടുത്താൽ നഴ്സറി കുട്ടികളുടെ പോലത്തെ ടാസ്ക് കൊടുക്കുക, ഫ്രിഡ്ജിനകത്ത് കൊണ്ടേ സാധനം വിളക്കാൻ പറയുക, എന്താ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, രേണുസുതിയോട് പ്രത്യേകം ആരെങ്കിലും ഒന്ന് പറയണം, നിങ്ങളെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ അതായത് കുറച്ച് ഗെയിമിനകത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക. അവിടെ കുറേ ആൾക്കാർ വന്നേക്കുന്നത് എന്തിനാണ്? കരയാനാണോ? ഇതൊരു ഗെയിമാണോ? അവരെല്ലാം പിരിച്ചു വിട്ടിട്ട് നിങ്ങൾ വേറെ ആൾക്കാരെ എടുക്കുക. ചുമ്മാ ഇതൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അറിയാവോ? ഇതല്ല ഗെയിം ഇത്രയും നാളുള്ള സീസൺസ് അനുസരിച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് സീസൺ എന്ന് എനിക്ക് പറയേണ്ടി വരും. അത്രയും പൊല്ലാപ്പ് അതിനകത്ത് കിടന്ന് കാണിക്കുന്നത് എല്ലാവരും. ആരാ അവിടെ ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞേ? ആ ഷാനവാസ് എന്തോ ഒരു ഗെയിമിലേക്കൊക്കെ ഇറങ്ങി, ഷാനവാസിന് കുറച്ച് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഷാനവാസിനെ മാത്രമേ നമുക്കിപ്പോൾ അവിടെ ഒരു ഗെയിമറായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ആരെയും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ അക്ബറൊക്കെ ഇനിയും കളിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്തുള്ള ആദില നൂറ എന്ന് പറഞ്ഞ് പിള്ളേരില്ലേ? ശരിക്കും പറഞ്ഞാൽ അവരെന്തിനാണ് വിഷമിക്കുന്നത്? ഈ ബിഗ് ബോസിനകത്ത് വരുമ്പോൾ ഈ ആദില നൂറ എന്ന് പറഞ്ഞവരുടെ കാര്യങ്ങൾ മൊത്തം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്, അല്ലേ? ഇനി എന്ത് കേൾക്കാനാണ്? അവിടെ നിങ്ങൾ ഗെയിം സ്ട്രാറ്റജി പുറത്തെടുക്കൂ. ശരിക്കും പറഞ്ഞാൽ നൂറ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ മൊത്തം ആദിലെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അവർ ഇങ്ങനെ പ്രേരിപ്പിച്ചാണ് അവർ വിവാഹം കഴിച്ചതാണ് ഞാൻ കേട്ടത്. നൂറ എന്ന് പറഞ്ഞ കുട്ടി പോയിട്ടും പിന്നെ അതിനെ വിളിച്ചുകൊണ്ട് വന്നാണ് ആദില, അല്ലേ? അപ്പം ആദിലയ്ക്ക് വിഷമം വരും, നൂറ പോയാൽ ഉറപ്പായിട്ടും വിഷമം വരും. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്ററല്ലേ. ഇത് ഗെയിമാണോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിഗ് ബോസെ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നിങ്ങൾ അവരെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി ഇട്ട ആൾക്കാരെ വേറെ എടുക്കൂ. ഇതിലും നല്ല ഉഷിരോടെ കളിക്കുന്ന ആൾക്കാർ പുറത്തുണ്ട്. അതുപോലെ ശാരിക എന്ന് പറഞ്ഞ യൂട്യൂബർക്ക് എന്ത് പറ്റുന്നു? അവർ യൂട്യൂബിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരെന്തൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അവരുടെ ഈ ശാരികയുടെ ശൗര്യം എവിടെ പോയി?